ഹായ് എവരിവൺ. ഡർബി എന്ന മൂവി കണ്ടു. എനിക്കൊരു ബിലോ ആവറേജ് ടു ആവറേജ് അവന്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഭയങ്കര ക്ലീശ ആയിട്ടുള്ള ക്യാമ്പസ് ജീവിതം. അവിടെ രണ്ട് ഗ്രൂപ്പുകൾ, സീനിയേഴ്സിന്റെയും ജൂനിയേഴ്സിന്റെയും. അവർക്കാർക്കും എവിടെയും കേട്ട് പരിചയമില്ലാത്ത ഓരോ പേരുകൾ. ആ സീന് കണ്ടപ്പോൾ മനസ്സിലായി ഡയറക്ടർക്ക് പണി അറിയാവുന്ന ഒരാളാണെന്നുള്ള കാര്യം മനസ്സിലായി. സിനിമാറ്റോഗ്രാഫർ എടുത്തു പറയണം. സിനിമാറ്റോഗ്രാഫർ വന്നിരിക്കുന്ന അഭിനന്ദൻ രാമാനുജനാണ്. പുറത്ത് ഇറക്കിയിരിക്കുന്ന ആളെ പുള്ളിയാണ് ഗുഡ് ബാഡ് അഗ്ലി, അതുപോലെ മലയാളത്തിലെ നിവിൻ ഫാർമ ഇതൊക്കെ ചെയ്തിരിക്കുന്ന സിനിമാറ്റോഗ്രാഫർ പുള്ളിയാണ് അഭിനന്ദൻ രാമാനുജൻ. ഒരു പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ എവിടെയും ഒരു വിട്ടുവീഴ്ച അവർ ചെയ്തിട്ടില്ല, എവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പക്കയായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പൈസ ഇറക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ പ്രശ്നം വന്നിരിക്കുന്ന സ്ക്രിപ്റ്റിന് മാത്രമാണ്. ഇത്രയും നല്ല പണി അറിയാവുന്ന ആളുടെ കയ്യിൽ ഇത്രയും മോശം സ്ക്രിപ്റ്റ്. കാരണം എത്ര നന്നായി പണിയെടുത്തുകൊണ്ട് കാര്യമല്ലോ, ബേസ് ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. ഒരു ഫൈറ്റ് ആണെങ്കിൽ ഫൈറ്റിന്റെ കൊറിയോഗ്രാഫി അടിപൊളിയാണ്, പക്ഷേ ക്ലീശ സാധനങ്ങൾ, ഒരു സ്റ്റെമ്പ് ബാറ്റ്, ഒരു അടി തുടങ്ങുമ്പോൾ എവിടെയൊക്കെയോ സ്റ്റെമ്പ് ബാറ്റ്, ഹോക്കി സ്റ്റിക്ക്, സ്ഥിരം ക്ലീശ സാധനം. അവർ എന്തൊക്കെയോ കാര്യമായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരിക്കലും വർക്കായിട്ടില്ല. പിന്നെ ഇതിലുള്ള നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഗോപി സുന്ദറാണ്. പുള്ളിയൊക്കെ എവിടെ നിന്നിരുന്ന ആളാണ്. ആ ഉസ്താദോട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പുള്ളി പീക്കാണ്. പക്ഷെ പുള്ളി ഇപ്പൊ എവിടെ നിൽക്കുന്നു, എത്ര പെട്ടെന്ന് പുള്ളി ഡൗൺഫോൾ ഒന്നും ഒരിക്കലും ആ പുള്ളി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പുള്ളിക്ക് അത്രയും കാലിബറുള്ള ആളാണ്. പുള്ളിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. ഞങ്ങൾ അവസരങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് വരുമായിരിക്കാം, പക്ഷെ കിട്ടുന്നതിൽ പുള്ളിക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. പിന്നെ സിനിമയുടെ എഡിറ്റർ ആർ ജെറിനാണ്. പുള്ളി പുള്ളിയുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എഡിറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ഭയങ്കര ഫാസ്റ്റായി കട്ട് ചെയ്ത് കുറെ ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇത്രയെങ്കിലും ലാഗ് ആയി പോയ സിനിമയെ കുറച്ചെങ്കിലും കൈ പിടിച്ച് കയറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് ആണ് കേട്ടോ. കാസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ 90% ഓഫ് ആൾക്കാർ ഡെബ്യൂ ആണ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ റോളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഷൈൻ ടോം ഒക്കെ ക്യാമിയോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആവശ്യമില്ല, പുള്ളിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. പുള്ളി അവിടെ ഉണ്ട്, പറയില്ലേ, അത്രയാണ്. അതുപോലെ ജോണി ആന്റണി ചേട്ടൻ, അബു സലിമിക്ക, അവരൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് ആണ്. അവരുടെ റോൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡെബ്യൂ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അവര് ഒരു പെർഫെക്ഷൻ നമുക്ക് തോന്നില്ല. അവര് ഡെബ്യൂ ആയതുകൊണ്ടായിരിക്കാം അത് നമുക്ക് നേരെ വിസിബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ സാഗർ സൂര്യയൊക്കെ ഈ സിനിമയിലൊക്കെ എന്തിനു തലവെച്ചു. കാരണം പണി, പ്രകമ്പനം പോലുള്ള നല്ല നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം സിനിമകളിലൊക്കെ പോയി തലവെക്കുക പറയുന്നത് വളരെയധികം ഒരു സ്റ്റാർ വാല്യൂവിനെ കുറയ്ക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. ഈ ഡയറക്ടറുടെ ഇത്രയും നല്ലൊരു വർക്ക് പോലും ഈ സ്ക്രിപ്റ്റ് കാരണം പുറലോകം അറിയില്ല. അതുപോലെ സിനിമാറ്റോഗ്രാഫർ പിന്നെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ഇത് കാരണം ഫേമസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും പറഞ്ഞത് മാത്രം. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. ഇത് എന്റെ മാത്രം ഒപ്പീനിയനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ നല്ല രീതിയിൽ വർക്ക് ആയി വരാം. നമ്മുടെ ആമസോൺ പ്രൈമിലുണ്ട്, നിങ്ങൾക്ക് താല്പര്യം പോയി കാണാം. ഓക്കെ, ബൈ.